ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു സൺഡേ സ്പെഷ്യൽ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു വെക്കുക. കണ്ടിഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടൺ കൊണ്ടൊന്ന് എല്ലാവരും പ്രസ് ചെയ്തേക്കണേ. കുറച്ച് ദിവസമായിട്ട് നമുക്ക് വ്ളോഗൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് നല്ല പനിയും ജലദോഷവും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. സൗണ്ട് അങ്ങനെ അലർജിയും കൂടെ ഉള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ മൂക്കടപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ട് സൗണ്ട് തീരെ ഉണ്ടായിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഒന്നും ഇല്ലാതിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സൺഡേ സ്പെഷ്യൽ വീഡിയോയും വൈകിയത് കേട്ടോ. ഇന്നിപ്പോൾ സാറ്റർഡേ ആയില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഗുണമാണ്, നാളത്തെ സൺഡേയിൽ പരീക്ഷിക്കാവുന്ന റെസിപ്പീസും ഉണ്ട് കേട്ടോ. വഴുക്കണ വയ്ക്കാം. ആ മാങ്ങേൻ്റെ റെഡ് കളറൊന്നും കാണുന്നില്ല. ആയിട്ടില്ല, പക്ഷെ പറിച്ച് വെക്കുമ്പോൾ ഇനി പഴുത്തോളും. അല്ലാണ്ട് അത് വീണ് മുഴുവൻ കേടാ. എനിക്കറിയില്ല, ഒരു കഴിച്ച സമയത്ത് ഇങ്ങനെ പിങ്ക് കളറ്. അത് പറിച്ചോ, മൂത്തിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ രണ്ടാളും കുറച്ച് മാങ്ങയൊക്കെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. മാങ്ങ നല്ല പിങ്ക് കളറായിട്ട് നിൽക്കുന്നുണ്ട്. കണ്ടാൽ വിചാരിക്കും എല്ലാം ഇങ്ങനെ പഴുത്ത് നിൽക്കുകയെന്ന് കേട്ടോ. അല്ല, ഇത്തവണ ശരിക്കും നമുക്ക് മാങ്ങ ഈ ഫ്രണ്ടിലെ മരത്തിൽ കുറവാണ് കേട്ടോ. ഇത് നിറച്ചുണ്ടാവും. ഇത് ശരിക്കും ഒന്നരാടനാണ് കേട്ടോ. ഒരു കൊല്ലം ഉണ്ടായാൽ അടുത്ത കൊല്ലം ഉണ്ടാവില്ല, അങ്ങനെയാണ്. പക്ഷേ അടുത്ത കൊല്ലം തീരെ ഉണ്ടാവാണ്ടിരിക്കില്ല. ഒരു കൊല്ലം നന്നായിട്ടുണ്ടാവും, പിന്നെ അടുത്ത കൊല്ലം കുറച്ചുണ്ടാവും. എന്നിട്ട് ആ കുറച്ചുള്ളത് കംപ്ലീറ്റ് പുഴുക്കേടായിരിക്കും കേട്ടോ. ഒന്നും കഴിക്കാൻ വേണ്ടി പറ്റില്ല. പച്ചക്ക് കുഴപ്പമില്ല, ചെനച്ചതൊന്നും കുഴപ്പമില്ല, പഴുത്താ പുഴുക്കേടായിട്ട് മാറും. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി, അങ്ങനെയാണ്. എനിക്ക് തോന്നുന്നു പറിച്ചോന്നാ, കാരണം അതുകൊണ്ടാണ് ഇങ്ങനെ നിലത്ത് വീഴുന്നത് ആയതുകൊണ്ട്. ആയതെങ്ങനെ അറിയാം? ഞങ്ങണ്ടാ കണ്ടാ അറിയാം മുക്ക മൂത്തതാന്ന്. ഇതാകുമ്പോ ഒന്നും രണ്ടൊക്കെ ആയിട്ട് അങ്ങനെ പഴുത്തോളും. അപ്പം എന്തായാലും വേണ്ടിയാന്ന് വിചാരിച്ചിട്ട് കുറച്ച് മാങ്ങ നമ്മൾ പൊട്ടിച്ചെടുത്തു കേട്ടോ. ഇത്തവണ സത്യം പറഞ്ഞാൽ ഞാൻ അച്ചാറൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് അച്ചാറിടാൻ എടുക്കാനുള്ളൊരു മാവുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിൽ മാങ്ങ ഉണ്ടായിട്ടില്ലായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് അത് നേരത്തെ ഉണ്ടാവുന്നത്, അതായത് ഈ നല്ലോണം മാങ്ങ ഉണ്ടാവില്ലേ, അതിൻ്റെ മുമ്പ് തന്നെ എനിക്ക് അച്ചാറിടാനുള്ള മാങ്ങ ഒരു 10-15 അതിലുണ്ടാവും. അങ്ങനെയാണ് കേട്ടോ ആ മരത്തിലുണ്ടാവുക. പക്ഷെ അതുകൊണ്ട് അത് നേരത്തെ അച്ചാറായിട്ട് പോകലുണ്ട്. ഇപ്രാവശ്യം അതിലില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അച്ചാറും ഇട്ടിട്ടില്ല കേട്ടോ. അല്ലെങ്കിൽ 1-2 ടൈപ്പ് അച്ചാറും ഉപ്പിലിട്ടതും ഒക്കെ ഈ സമയമാകുമ്പോഴത്തേക്ക് റെഡി ആവലുണ്ട്. അതെങ്ങനെയാ കണ്ടത്? ഒരു 3-4 ഉള്ളൂ. ഉണ്ടോ? പക്ഷെ ഇപ്പോൾ വൈകി ഉണ്ടാവാൻ. എല്ലാ പ്രാവശ്യം ഫസ്റ്റ് ആവുന്നതല്ലേ. അപ്പൊ വൈകി പോയതാട്ടോ ഉണ്ടാവാൻ വേണ്ടിട്ട്. പിന്നെ എല്ലാ തവണത്തെ അത്ര ഇല്ല, മരം വെട്ടിയത് കൊണ്ട്. ഇതിന്റെ ടേസ്റ്റ് ഒരു മാങ്ങക്കും ഇല്ല അച്ചാറിടുമ്പോ. ഇത് ഞാൻ പറഞ്ഞില്ലേ, അതിൽ മാങ്ങ ഉണ്ടായിട്ടില്ലാന്ന്. ഫസ്റ്റിലേ ഉണ്ടായി പോകുന്നതാണ് കേട്ടോ. അതിന് ശേഷം ഉണ്ടായത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഇതല്ല കേട്ടോ വലുപ്പം, കുറച്ചുകൂടി ഇതിൻ്റെ ഡബിൾ വലുപ്പമാവും, എന്നിട്ടാണ് നമുക്ക് കിട്ടുക.
അത് ഈ ഒരു സമയമല്ല നേരത്തെ ആവും, ഈ ഒരു സമയത്തും ഉണ്ടാവാറുണ്ട് കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം മാവിൻ്റെ താഴെയുള്ളതൊക്കെ അങ്ങ് വെട്ടിയതുകൊണ്ട് മുകളിലോട്ട് മരം അങ്ങ് നീണ്ടുപോയിട്ട് മുകൾ ഭാഗത്ത് കുറച്ചുണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട്. എന്തായാലും ഗ്രീൻ കളർ അച്ചാറില്ലേ, അതിടാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് പറിച്ചെടുത്തു കേട്ടോ. അതും നമ്മൾ മറ്റേതും പറിച്ചു കൊടുത്തു. അതിനുശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആക്കി റഫീക്ക കഴിച്ച് ഡ്യൂട്ടിയിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ മുറ്റത്തുനിന്ന് അങ്ങനെ തന്നെ അങ്ങ് പണികൾ തുടങ്ങാമെന്ന് വിചാരിച്ച് മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വാരിയിടട്ടെ. മഴ പെയ്യാനായിട്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കുക എന്ന് പറയില്ലേ, അങ്ങനെയായിട്ടുള്ളത്. മഴ പെയ്താൽ പിന്നെ ഈ ചപ്പൊക്കെ അടിച്ചു വരാൻ ഭയങ്കര പണിയായിരിക്കും ഇൻ്റർലോക്കിൽ. എന്നാൽ തന്നെ ഞാൻ ചെറിയ ചൂല് ഉപയോഗിച്ചിട്ട് അടിച്ചെടുക്കുക കേട്ടോ ചെയ്യുക. മഴയത്താണെങ്കിലും എനിക്ക് അടിച്ചു വാരിയിട്ടുള്ള ഒരു സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ എല്ലാ ഭാഗവും മുറ്റത്തിൻ്റെ എല്ലാ ഭാഗവും അടിച്ചു വാരി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അടിച്ചു വാരി കഴിഞ്ഞ് ഇനി മഴ പെയ്താൽ പ്രശ്നമില്ല കേട്ടോ, നല്ല ക്ലീനായിട്ട് നല്ല വൃത്തിയായിക്കോളും. ഇതിനിടയ്ക്ക് മഴ പെയ്താൽ പിന്നെ ആ ചപ്പും ചണ്ടിയൊക്കെ എടുക്കാൻ ഭയങ്കര പാടായിരിക്കും കേട്ടോ. അപ്പോൾ മുറ്റത്തെ പണി തീർന്നിട്ടില്ല. ഇത് ഇന്നലെ രാത്രിയിലില്ലേ മഴ പെയ്തപ്പോൾ നമ്മൾ മുറ്റത്തേക്ക് ഇറക്കി വെച്ചതാണ് കേട്ടോ. ഇൻ്റർലോക്കിലേക്ക് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു സിറ്റ് ഔട്ടിലെ ചെടികളെല്ലാം. അപ്പോൾ പാർട്ടീഷനിലുള്ളതൊക്കെ രാവിലെ തന്നെ കയറ്റി വെച്ചു. ഇടയ്ക്കൊന്ന് മഴ കൊള്ളിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഓസ് പിടിച്ചിട്ടാണെങ്കിൽ മുകളിലൂടെ വെള്ളം കൊള്ളിക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ. ചെടികൾ ആ പൊടിയൊക്കെ പോയി നല്ല രസമാണ് കാണാൻ. അപ്പോൾ അങ്ങനെ അതിനുവേണ്ടി ഇന്നലെ ആക്കിയെടുത്തിട്ട് മഴ പെയ്തതിന് ശേഷം നമ്മളെ പുതിയതായിട്ട് പുല്ല് വിരിച്ച് അവിടുന്ന് ചെളി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മഴ പെയ്തപ്പോൾ തെറിച്ചിട്ട് ചട്ടിയിലേക്കൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതൊക്കെ രാവിലെ ഓസ് പിടിച്ചിട്ട് കഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെള്ളമൊക്കെ ഒന്ന് തോരാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് പോർച്ചിലേക്ക് എടുത്തു വെച്ചതാണ് കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെയാണ് ഇപ്പം ഞാൻ ചട്ടിയിലേക്ക് എടുത്തു വെക്കുന്നത്. അപ്പോൾ ഇനി അകത്തേക്ക് കയറിയാൽ പിന്നെ അങ്ങോട്ടേക്ക് ഇറങ്ങൂല കേട്ടോ. ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കുറച്ച് കഴിഞ്ഞിട്ട് എടുത്തു വെക്കാം, അകത്തെ പണികൾ കഴിഞ്ഞിട്ട് എടുത്തു വെക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാലല്ലേ പിന്നെ ഇത് മറന്നേ പോകും. പിന്നെ വൈകുന്നേരമൊക്കെ കേട്ടോ പുറത്തിറങ്ങുക, അപ്പോൾ കാണൂല. അപ്പോൾ ഇതും കൂടെ അങ്ങ് ചെയ്ത് വെച്ചിട്ട് കയറിക്കഴിഞ്ഞാൽ നമ്മളെ മുറ്റവും സിറ്റൗട്ടും എല്ലാം ക്ലീനിങ്ങും പരിപാടിയും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അകത്തത്തെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇതാക്കാം കണ്ടോ, നല്ല ചെടികളൊന്നും നോക്കി നോക്കുക കേട്ടോ. ആ ഒരു വെള്ളമൊക്കെ വീട് നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറേ നേരം എനിക്ക് ചെടികളൊന്നും നോക്കി നിൽക്കാനുള്ള ടൈമില്ല കേട്ടോ. രാവിലെ തന്നെ കുറച്ച് സമയം അധികം പോയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ വേഗം ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആക്കിയിട്ട് പാത്രങ്ങളൊക്കെ കഴുകി കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ചായ കുടീൻ്റെ കൂടെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കലും പാത്രം കഴുകലും വേഗം കഴിയും. ചായ കുടിച്ച് അവിടെ ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ പുറത്തിറങ്ങിയത്. ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. കാര്യം പുറത്തിറങ്ങി പണി ചെയ്യുമ്പോൾ ഇവിടെ ഒന്നൊരുങ്ങിയാലേ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ കേട്ടോ. ഇന്ന് ഉച്ചക്കത്തേക്ക് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ദം ബിരിയാണി നമ്മളെ ലഗോൺ ചിക്കൻ വെച്ചിട്ട്. അപ്പോൾ അതിനുള്ള ചിക്കനൊക്കെ ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കണം. പിന്നെ ബിരിയാണിയിലേക്കുള്ള വെജിറ്റബിൾസും കാര്യങ്ങളും അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടൊക്കെ ഒന്ന് എടുക്കാനുണ്ട്. പിന്നെ അകത്തെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. രാവിലെ ഇറങ്ങിയത് കൊണ്ട് അകം ഒതുക്കി പെറുക്കി വെക്കൽ, അതുപോലെ തന്നെ അടിച്ചു വാരൽ അങ്ങനത്തതൊക്കെ ഉണ്ട്. ഒരു ലോഡ് മെഷീനിൽ ഒരു ലോഡ് അലക്കാനുണ്ട്. അപ്പോൾ അങ്ങനത്തെ പണികളൊക്കെ ബാക്കിയുണ്ടേ. ഞാൻ വിചാരിച്ചു നമ്മളെ ചിക്കനൊക്കെ ഈ ചിക്കൻ നമ്മൾ സാധാ ചിക്കനെ പോലെ 2 വിസിൽ 3 വിസിലൊന്നും വേവില്ല. ലഗോൺ ചിക്കൻ ബിരിയാണിക്ക് ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ അത്യാവശ്യം വേവണം കേട്ടോ. അത് വെന്ത് സോഫ്റ്റ് ആവണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുക്കറിൽ തന്നെ ഇട്ട് വേവിക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു സമയം നമുക്കങ്ങ് ലാഭിക്കാമല്ലോ. മസാലയും അതുപോലെ തന്നെ ചിക്കനൊക്കെ ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ട് ബാക്കി പണികൾ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്നിപ്പോൾ ഒരു ഓർഡറിൽ പണി ചെയ്യാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ അകൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെച്ച് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി അങ്ങനെ ചെയ്യുന്ന ദിവസങ്ങളുണ്ട്. പക്ഷേ എല്ലാ ദിവസമൊന്നും എനിക്കതിന് പറ്റില്ല കേട്ടോ. ഇന്നിപ്പോൾ എക്സ്ട്രാ ടൈം കുറച്ച് മുറ്റത്ത് പോയി അങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് പിന്നെ ഇനിയിപ്പോൾ ലഞ്ചിലേക്ക് റഫീക്ക് വരും. സൺഡേ അല്ലേ, അപ്പോൾ ലഞ്ച് വേഗമാക്കണം. ഷൂട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സമയം പോകും കേട്ടോ. അപ്പോൾ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ വീഡിയോ എടുത്തിട്ട് ചെയ്യല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ഒന്ന് വേവിച്ച് വെക്കട്ടെ, പിന്നെ നമുക്ക് അകത്തെ ക്ലീനിങ് ചെയ്യാൻ പോകാമെന്ന് വിചാരിച്ചു. ഫുഡും ഒരുപോലെ തന്നെ ഇന്ന് വേഗം ആവണം. അപ്പോൾ ഇതാ നമ്മളെ മസാലയ്ക്കുള്ള ഉള്ളി തക്കാളി ഞാൻ 3/4 കിലോ ആണ് കേട്ടോ. 3 കപ്പ് റൈസാണ് എടുക്കുന്നത്. ചിക്കനും അത്ര തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള 3 സവാള എടുത്തിട്ടുണ്ട്. ഒരു തക്കാളിയും ഒരു ചെറിയ തക്കാളിൻ്റെ പകുതിയും എടുത്തിട്ടുണ്ട് കേട്ടോ. അതും എടുത്തു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒരു 10-15 വെളുത്തുള്ളി, ഒരു ഹാഫ് ഇഞ്ച് നീളത്തിലുള്ള കഷ്ണം ഇഞ്ചി, പച്ചമുളക് ഒരു 6 ഇത്രയൊന്ന് ക്രഷ് ചെയ്തതും കൂടെ ഇട്ടു. 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു. ഉപ്പൊന്നും ചേർക്കണ്ട. കുറച്ച് വെള്ളം, അത് കുറഞ്ഞ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് അടിക്ക് പിടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതൊന്ന് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ മസാല അതൊരു ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ അടിച്ചതിന് ശേഷം ഞാൻ ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് കൂടെ വെക്കുവേ. അപ്പോഴത്തേക്കും നമ്മൾ മസാല റെഡി ആയി കിട്ടും. പിന്നെ അതൊന്ന് മിക്സിങ് മാത്രമേ ഉള്ളൂ.
അപ്പോൾ അതവിടെ റെഡി ആവട്ടെ. ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ചിക്കൻ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതും കൂടെ വലിയ പീസല്ല കേട്ടോ, ബിരിയാണിക്ക് നമുക്ക് കുറച്ചുകൂടെ വലിയ പീസ് ബിരിയാണി പീസ് ഉണ്ടല്ലോ അങ്ങനെ പീസാക്കാം. ഇതിപ്പോൾ ഞാൻ ചെറിയ പീസാട്ടോ എടുത്തിട്ടുള്ളത്. പക്ഷേ ലഗോൺ ചിക്കൻ ആയതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല, മറ്റേ ചിക്കൻ പോലെ ഉടയൊന്നുമില്ല കേട്ടോ. ആ ഒരു സ്റ്റിഫായിട്ട് തന്നെ ഇങ്ങനെ നിന്നോളും. വെന്താലും സോഫ്റ്റാവും, എന്നാൽ നല്ല വേറെ വേറെ തന്നെ നിൽക്കുകയും ചെയ്യും കേട്ടോ, ഉടഞ്ഞു പോവുകയില്ല. അപ്പോൾ കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം കൂടെ ചേർത്തത് വേവിക്കാൻ വെച്ചു. വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്കത് മസാലയിലേക്കോ അല്ലെങ്കിൽ ബിരിയാണി റൈസിലേക്ക് എന്തായാലും ആ ഒരു സ്റ്റോക്ക് നമുക്ക് ആ ഒരു വെള്ളം നമുക്ക് വേണം, അതിന് വേണ്ടിയും കൂടെ കണക്കാക്കിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ വെന്ത് വരട്ടെ. അപ്പോൾ ഇത് എൻ്റെ ചായപ്പൊടി ഞാൻ ബോട്ടിലിടാൻ വേണ്ടി മാറ്റി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അത് അവിടെ കണ്ടപ്പോൾ അതങ്ങ് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. കുറേ പേര്, എനിക്കിപ്പോഴാണ് ഓർമ്മ വന്നത്, കുറേ പേര് എൻ്റെ ചായപ്പൊടി ഏതാ ഇവിടെ നിന്നാണ് കിട്ടുക എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന ചായപ്പൊടി, സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ചായപ്പൊടി റിപ്പൺ ടീ ആണ് കേട്ടോ. റിപ്പൺ ടീ ഇത് നിങ്ങൾക്ക്, എനിക്ക് തോന്നുന്നത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ നിങ്ങൾക്ക് വയനാട് വന്നാൽ വാങ്ങിക്കാൻ കിട്ടും. അല്ലാതെ ഇത് ഇങ്ങനെ കയറ്റി അയക്കാട്ടോ ചെയ്യുക. എനിക്ക് തോന്നുന്നില്ല വേറെയുള്ള ഷോപ്പുകളിലൊന്നും കിട്ടുന്നു. വയനാട് വന്നാൽ നിങ്ങൾക്ക് ഇത് റിപ്പൺ ടീ ഒക്കെ പേരിയ അതൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും കേട്ടോ. ഇത് കണ്ട, ഇതാണ് സംഭവം. ഇത് നിങ്ങൾക്ക് വയനാട് വന്നു കഴിഞ്ഞാലും നമ്മുടെ ഷാലിമാർ അങ്ങനത്തെ ഷോപ്പുകളിലൊക്കെ എല്ലാ ഷോപ്പുകളിലും കിട്ടുന്നതാണ് എൻ്റെ ഒരു അറിവ്. നമ്മൾ ഷാലിമാറിൽ നിന്നാണ് വാങ്ങുക. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ തന്നെ നമുക്ക് വയനാട്ടുകാർക്ക് കിട്ടുന്ന കുറച്ച് ചായപ്പൊടികളുണ്ട്. ഒന്ന് റിപ്പൺ ടീ ഒക്കെ. പിന്നെ ഞാൻ ആ റിപ്പൺ ടീ ഏതാണെന്ന് കാണിച്ചു തരാം. ഇങ്ങനെ പൗഡർ ഫോമിലല്ലേ, ഡസ്റ്റ് ആയിട്ടുള്ള അതാണ് കേട്ടോ റിപ്പൺ ടീ. ഇത് കട്ടൻ ചായക്കും അതുപോലെ തന്നെ പാലൊഴിച്ചുള്ള ചായക്കാണെങ്കിൽ പെട്ടെന്ന് കളറും വരും, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതുപോലെ പൗഡറായിട്ടുള്ള ഡസ്റ്റ്. ഇതാണ് റിപ്പൺ ടീ വരുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ലൂസായിട്ടുള്ള നിന്ന് എടുത്തിട്ട് കാണിച്ചു തന്നേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ കട്ടൻ ചായക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന 2 പൊടിയുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ തരിയായിട്ട് ഞാൻ കാണിച്ചത് ഇതാണ് കേട്ടോ, റിപ്പണിൻ്റെ തന്നെ എല്ലാം ഉണ്ട്. പക്ഷേ ഞാൻ ആദ്യം കാണിച്ചു തന്നത് ആ തരിയായിട്ടുള്ളതാണ്. പിന്നെ ഇത് കണ്ട, ഇത് BOP എന്ന് പറയും. ഇത് ഇങ്ങനെ മണിമണിയായിട്ടുണ്ടാവും, ഇങ്ങനെ പൊടി പോലെയല്ല, കുറച്ച് തരിതരിയായിട്ട് ഇങ്ങനെ ബോളായിട്ടുണ്ടാവും. അതും നല്ല ടേസ്റ്റാണ്. സ്പെഷ്യലായിട്ട് കട്ടൻ ചായക്ക് കേട്ടോ. പാലൊഴിച്ച ചായക്ക് നമുക്ക് കളറാവാൻ കുറച്ച് സമയം പിടിക്കും. അതിനേക്കാളും നല്ലത് കട്ടൻ ചായക്ക് അത് ഇട്ടിട്ട് മിൻറ്റ് ടീ, ജിഞ്ചർ ടീ ഒക്കെ ഉണ്ടാക്കിയ, വെറുതെ ഒരു കട്ടൻ ചായ ഉണ്ടാക്കിയാൽ തന്നെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മളെ വയനാടുകാരെ സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. ഈ ചായപ്പൊടികൾ ശരിക്കും പറഞ്ഞാലും ഇഷ്ടപ്പെടുന്നവർക്ക്, കുടിക്കാത്തവർക്കല്ല. എപ്പോഴെങ്കിലുമൊക്കെ ഒരു ചായ കുടിക്കാൻ തോന്നുമ്പോൾ നല്ല ചായ കുടിക്കണ്ടേ, അതിന് ഇതൊക്കെ ബെസ്റ്റാണ് കേട്ടോ. പിന്നെ ഇത് പ്രീമിയം ക്വാളിറ്റി സംഭവമാണ്, ലീഫി ആയിട്ടുള്ള സാധനമാണ് കേട്ടോ. ഇത് നമ്മൾ പാലൊഴിച്ച് ചായക്ക് എടുക്കണ്ട, ഇത് കട്ടൻ ചായക്ക് തന്നെയാണ് ഇതും ബെസ്റ്റ്. കട്ടൻ ചായക്ക് കുറച്ച് ഇട്ട് കഴിഞ്ഞാൽ കളർ വരും, പിന്നെ കുറച്ച് ഒന്നിങ്ങ് തിളപ്പിച്ച് കഴിഞ്ഞാൽ കളർ വരും കേട്ടോ. പിന്നെ മാത്രമല്ല, അതാണ് ഇപ്പം ഞാൻ കട്ടൻ ചായക്ക് വേണ്ടിയിട്ട് ബോട്ടിലിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ, ഒരു ബോട്ടിലേക്ക്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇത് കട്ടൻ ചായ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇല പോലെ കിടക്കും നമ്മളെ കട്ടൻ ചായയിൽ. പക്ഷെ കട്ടൻ ചായക്ക് ഭയങ്കര ടേസ്റ്റ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. ആ ഒരു തേയിലേൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് ചായ കുടിക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. അത് വല്ലാത്തൊരു പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അതൊക്കെ കുടിക്കണം എന്നാൽ തന്നെ അറിയാൻ പറ്റുള്ളൂ. ഇത് പാലൊഴിച്ച ചായക്ക് പറ്റൂല കേട്ടോ. പാലൊഴിച്ച ചായ നമ്മൾ പാലിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ പാലൊക്കെ വറ്റിപ്പോവും. അത്രയും ഇതിങ്ങനെ കുതിർന്ന് കഴിയുമ്പോൾ ഇലയായിട്ട് മാറും ഈ ചായപ്പൊടി, ഈ ടൈപ്പ് കേട്ടോ. അപ്പം 3 ടൈപ്പാണ് ഇപ്പം ഞാൻ കാണിച്ചു തന്നത്. എല്ലാം അടിപൊളിയാണ്, ഞാൻ പറഞ്ഞു തന്നല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു വേറൊരു ബോട്ടിൽ ഞാൻ ഈ ബോട്ടിൽ ഇപ്പോൾ മറ്റേത് ഇട്ട് വെച്ചെങ്കിലും അത് കട്ടൻ ചായക്കാണ് ഞാൻ എടുക്കുക. പാലൊഴിച്ച ചായക്ക് ഇതാ ഞാൻ ഡസ്റ്റില്ലേ നമ്മൾ റിപ്പൺ, അത് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ആണ് ഞാൻ പാലൊഴിച്ച ചായക്ക് എപ്പോഴും അതാണ് എടുക്കുന്നത്. പിന്നെ നിങ്ങൾ ചായപ്പൊടി എപ്പോൾ എടുത്ത് വെക്കുകയാണെങ്കിലും, ഏത് ചായപ്പൊടിയാണെങ്കിലും നിങ്ങൾ എടുത്ത് വെക്കുമ്പോൾ അത് ചായപ്പൊടി പ്രത്യേക ഒരു ഡബ്ബയിൽ തന്നെ എടുത്ത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. കാപ്പിപ്പൊടി അതിൻ്റെ കൂടെ ഇടരുത്. അതുപോലെ തന്നെ വേറെ ഏലക്ക അങ്ങനത്തെ എന്തെങ്കിലും അതിൻ്റെ ആ ഡബ്ബയിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ സ്മെല്ല് പെട്ടെന്ന്, എന്തിൻ്റെ സ്മെല്ലാണെങ്കിലും നമ്മളെ ചായപ്പൊടി അതിൻ്റെ സ്മെല്ല് വേഗം വലിച്ചെടുക്കും കേട്ടോ. പിന്നെ ആ ചായപ്പൊടി നമുക്ക് ഒന്നിനും കൊള്ളില്ല. എനിക്കത് അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരു പാക്കറ്റ് പൊടി എനിക്ക് അങ്ങനെ ഓപ്പൺ ആക്കി വെച്ചിട്ട് വേറെ എന്തിൻ്റെയോ കൂടെ ഏലക്കയോ അങ്ങനെ ഏലക്ക അതിൽ ഇട്ടുപോയി, അറിയാതെ വാവിട്ട് പോയതാ. പക്ഷേ അതിൻ്റെ ഫ്ലേവർ നമുക്ക് ഇഷ്ടപ്പെടുന്നേണ്ടായിരുന്നില്ല കേട്ടോ. എങ്ങനെയൊക്കെയോ അങ്ങോട്ട് തീർത്തു എന്നൊക്കെ അങ്ങ് പറയാം. അത് റഫിക്ക തലയിൽ മൈലാഞ്ചി ഇടുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചായപ്പൊടീൻ്റെ വെള്ളം എടുക്കുമല്ലോ നമ്മൾ, അതിന് വേണ്ടിയിട്ടൊക്കെ എടുത്തിട്ട് ഞാനങ്ങ് തീർത്തു എന്ന് വേണം കേട്ടോ പറയാൻ. നല്ല പൊടിയൊക്കെ കളയാനും തോന്നൂല. പക്ഷെ അത് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. വേറെ തന്നെ ഡബ്ബയിൽ ചായപ്പൊടി നമ്മൾ ഇട്ട് വെക്കണം. ചായക്ക് ആസ്വദിച്ച് കുടിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റൊക്കെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും, അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വ്യത്യാസപ്പെട്ടാലേ.
അതുകൊണ്ടാണ് പറഞ്ഞത്. അത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ വയനാടൊക്കെ വരുന്നവർക്ക് ഇവിടെ വാങ്ങാൻ കിട്ടുന്നതാണ് കേട്ടോ. ഈ ടൈപ്പ് പൊടികളൊക്കെ കിട്ടും. പിന്നെ ചോദിച്ച് വാങ്ങുക. പിന്നെ ഈ ഫാക്ടറി അതിൻ്റെ തന്നെ ഇങ്ങനെ അവിടെ നിന്ന് തന്നെ നേരിട്ട് കൊടുക്കുന്ന ഷോപ്പുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങളുണ്ടാവും. അവിടെ പോയിട്ട് നിങ്ങളിതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് നേരിട്ട് വാങ്ങാനും വേണ്ടിയിട്ട് പറ്റും കേട്ടോ. പിന്നെ ഇവിടെ ഫാക്ടറികളിൽ 1 2 കുറേ ഉണ്ട് ഫാക്ടറികൾ. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാനും ഒക്കെ പറ്റും കേട്ടോ. ഇൻഷാ അല്ലാഹ് എപ്പോഴെങ്കിലും നമുക്ക് ഫ്രീ, ഞാൻ എപ്പോഴൊന്നും പറയുന്നില്ല, ഫ്രീ ആയിട്ട് നിൽക്കുമ്പോൾ പറ്റുവാണെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടം ഉണ്ടാവില്ല, നമ്മുടെ നാട്ടിലെ സാധനങ്ങളല്ലേ, തേയിലയും അതുപോലെ തന്നെ ചായപ്പൊടി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ പിന്നീട് എപ്പോഴെങ്കിലും. അപ്പോൾ ഞാനകത്ത് കുറച്ച് പണികളൊക്കെ ഒരുക്കി വന്നു. നമ്മുടെ ചിക്കനും അതുപോലെ തന്നെ ചിക്കൻ വെന്തിട്ടില്ല കേട്ടോ. ചിക്കൻ ഞാൻ ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നോക്കിയപ്പോൾ ഒന്നുകൂടി സോഫ്റ്റ് ആവാനുണ്ടായിരുന്നേ. അപ്പോൾ കറക്റ്റ് വെന്തിട്ടില്ലെങ്കിൽ ഈ ചിക്കൻ ലഗോണാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വേവിക്കുന്നത്. വെന്തിട്ടില്ലെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ. ലഗോൺ ചിക്കൻ നിങ്ങൾ ബിരിയാണി വെക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നന്നായിട്ട് വേവണം കേട്ടോ. കുക്കറിൽ തന്നെ വിസിലടിപ്പിച്ചോ നിങ്ങൾ കുറച്ച് സമയം വെച്ചിട്ട്, ബീഫ് പോലെ തന്നെ കേട്ടോ. എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഇത് നമ്മുടെ സാധാ ബിരിയാണിയാണ് കേട്ടോ. ഇതിൻ്റെ നമ്മളെ ദം ബിരിയാണീൻ്റെ റെസിപ്പി നമ്മുടെ ചാനലുണ്ട്, നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. പിന്നെ കൊണ്ടുവന്നിട്ട് ലഗോൺ ചിക്കൻ കൊണ്ടുവന്നിട്ട് ഒരു ദിവസമൊക്കെ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചോ. മാക്സിമം കഴിയുന്നതും ചിക്കൻ കൊണ്ടുവന്നിട്ട് അപ്പം തന്നെ ബിരിയാണി വെച്ചാൽ അത്രയും നല്ലത് കേട്ടോ. ചിക്കൻ നല്ലതായിട്ടിരിക്കും. അല്ലെങ്കിൽ ചിക്കൻ ഒന്നുകൂടി ഇങ്ങനെ ഹാർഡായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ലഗോൺ ചിക്കൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് കഴിക്കാനായിട്ട് ചിക്കനിൽ അങ്ങനെ കാര്യമായിട്ടൊന്നും മറ്റേ ബ്രോയിലർ ചിക്കനെ പോലെ ഉണ്ടാവില്ല. പക്ഷേ അതിൻ്റെ ആ ഹോർമോണും കേടുകളും കാര്യങ്ങളൊന്നും നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനും നമുക്ക് കഴിക്കാനും ഒക്കെ നല്ലതാട്ടോ. അതൊന്നും ഉണ്ടാവില്ല. പിന്നെ റൈസിന് നമ്മൾ സാധാ ചിക്കനിൽ ചെയ്യുന്നതിനേക്കാളും ബിരിയാണിക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല, അത്രയും ടേസ്റ്റ് ആയിരിക്കും. നമുക്കിവിടെ ഈ ലഗോൺ ചിക്കൻ കിട്ടൽ വളരെ കുറവാണ് കേട്ടോ. നമ്മൾ താഴേക്ക് പോകുമ്പോൾ വാങ്ങിയിട്ട് വരും. വല്ലപ്പോഴും ഇവിടുന്ന് കിട്ടുള്ളൂ കേട്ടോ. നമ്മൾ വേണം എന്ന് വിചാരിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടൂല. താഴേക്ക് ഇത് നല്ല സുലഭമായിട്ട് ഉണ്ട് താനും. നമ്മൾ താഴെ പോകുമ്പോൾ എപ്പോഴും വാങ്ങിച്ചിട്ട് വരും കേട്ടോ ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട്. ബിരിയാണി ആണെങ്കിലും വറുത്തരച്ച് കറിയാണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ വേവ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നല്ല ബിരിയാണി ആവട്ടെ. മറ്റേ ചിക്കനിൽ വെക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ വെന്ത് ഞാൻ മസാലയിൽ മിക്സ് ചെയ്തു. നമ്മൾ ഒരുപാട് മസാലയും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല കേട്ടോ. പക്ഷേ ബിരിയാണിക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അത് നിങ്ങൾ ഡീറ്റെയിൽ റെസിപ്പി നിങ്ങൾ കണ്ടു നോക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് ചെയ്തു പോകുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ ബിരിയാണി വെക്കുമ്പോൾ എപ്പോഴും ഈ ഗ്രേവി, ഇത്രയും ഗ്രേവി നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കുമ്പോഴും അത്രയും തന്നെ ഉണ്ടാവണം കേട്ടോ. ചിക്കൻ ഇട്ടിട്ട് ഇപ്പോൾ ഞാനൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഗീ റൈസും കൂടെ ഉണ്ടാക്കി ദം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി പ്രോസസ്സ് കഴിഞ്ഞു. ഈ ഒരു അരിപ്പയില്ലേ, ഞാൻ വീഡിയോയിൽ പറയാൻ മറന്നു പോകുന്ന കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നല്ലതാണ് കേട്ടോ. റൈസ് ഊറ്റി വെക്കാൻ പറ്റുമെന്നും, മന്തി റൈസൊക്കെ നമുക്ക് കഴുകി ഊറ്റി വെക്കാനും ഇനി വേവിച്ചിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഇടൂലേ അതിനും, അതുപോലെ തന്നെ അതിൽ നിന്നും തിരിച്ചിടാനും ഒക്കെ നല്ല സുഖമാണ് കേട്ടോ. അത് ലിങ്ക് ഞാൻ നോക്കിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എൻ്റെ കയ്യിലുള്ളതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കോ. ഇതിലും ഞാൻ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതാ നമ്മൾ റൈസും കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഒരു വിസിൽ അടുപ്പിച്ച് എയറെല്ലാം പോയതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓണാക്കി ഓപ്പണാക്കി നോക്കി. കറക്റ്റ് നല്ല പൂ പോലത്തെ റൈസ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പം ഞാൻ റൈസ് ഉണ്ടാക്കിയപ്പോൾ കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ ദം ചെയ്യുമ്പോൾ ഞാൻ അധികം നെയ്യൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. കുറച്ച് പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എപ്പോഴും ചിലർ ഡൗട്ട് ചോദിക്കും, പാലിൽ എന്തിനാണ് ചെയ്യുന്നതെന്ന്. വെള്ളത്തിൽ ചെയ്താൽ പോരെന്ന്. വെള്ളത്തിൽ ചെയ്താൽ മതി. പക്ഷേ പാലാകുമ്പോൾ അതിലേക്ക് പാല് ചേരുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. അത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇനി പാലില്ലെങ്കിൽ പാല് ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല, വെള്ളത്തിലും ചെയ്തെടുക്കാം കേട്ടോ. ആ ഒരു ടേസ്റ്റും കൂടെ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് അത്രയേ ഉള്ളൂ. പിന്നെ സവാളയൊന്നും ഞാൻ ഫ്രൈ ചെയ്തിട്ട് കൊടുക്കുന്നില്ല. കാഷ്യൂനട്ടും കിസ്മസും കുറച്ച് 1 ടീസ്പൂൺ നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് അതിട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. പിന്നെ നമുക്ക് ബിരിയാണി വെക്കുമ്പോൾ ഞാൻ അധികവും ഫ്രൈ ആക്കലൊന്നുമില്ല ഒനിയന്. പക്ഷേ സവാളയൊക്കെ ഫ്രൈ ചെയ്തിട്ട് ആ ഓയിലിൽ നിങ്ങൾ റൈസ് വെക്കുമ്പോൾ ഭയങ്കര ഒന്നുകൂടി ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ എന്തായാലും അങ്ങനെ തന്നെ ചെയ്യ്. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, അപ്പോൾ നമ്മൾ ഉടായ്പൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ നമ്മളെ ബിരിയാണിയോടെ ദം കയറുന്നുണ്ട്. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിം അത്രയേ വേണ്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ സൈഡായിട്ട് എന്താ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയായിരുന്നു. എനിക്കിങ്ങനെ ഒരു തവണ ഉണ്ടാക്കിയത് അടുത്ത തവണ ഉണ്ടാക്കുന്നത് അതിനേക്കാളും എനിക്കിഷ്ടം എന്തെങ്കിലും വെറൈറ്റി
സൈഡുകൾ ഉണ്ടാക്കാനാണ് കേട്ടോ. അത് കുട്ടിക്കേക്കാനുള്ള എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തിയിട്ട് ഉണ്ടാക്കാനാണ് ഇഷ്ടം. ഇത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടാവില്ല, ഞാനിപ്പോൾ ആലോചിച്ച് ഓരോന്ന് എനിക്ക് തോന്നുന്നു ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നതാണ് കേട്ടോ. ഒരു ചെറിയ സവാള അല്ലെങ്കിൽ വലിയ സവാളേൻ്റെ ഒരു പകുതി എടുത്താൽ മതി കേട്ടോ, അത്രയും എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിത് കഴിച്ചുകൊണ്ടിരുന്നൊരു മാങ്ങയാണ്. പണീൻ്റെ ഇടയിൽ ഒരു മാങ്ങ ഞാൻ ഇടക്കിടക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി ഞാനങ്ങ് തൊലി കളഞ്ഞിട്ട് എടുത്തു. തൊലിയോടെ എടുക്കുക, പക്ഷേ ഇത് തൊലിക്ക് കുറച്ച് കട്ടിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തൊലി അങ്ങ് കളഞ്ഞെടുത്തിട്ടുണ്ട്. ചെനച്ച മാങ്ങ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പഴുത്ത മാങ്ങയും ഇതിൽ ആഡ് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. പക്ഷെ പഴുത്ത മാങ്ങ നിങ്ങൾ ആഡ് ചെയ്താൽ കുറച്ച് ലെമണൊന്ന് അവസാനം ഒന്ന് പിഴിഞ്ഞു കൊടുക്കണം, ഇല്ലെങ്കിൽ കുറച്ച് വിനാഗിരി പിഴിഞ്ഞു കൊടുക്കണം, 1 ടീസ്പൂണൊക്കെ കേട്ടോ. ആ ഒരു ചെറിയൊരു പുളി എവിടെയോ കിട്ടണം, വെറും ഭദ്രമായിട്ട് പോകണ്ട കേട്ടോ. ചെനച്ച മാങ്ങയാകുമ്പോൾ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നോക്കിയിട്ട് ഓരോ മാങ്ങയും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നോക്കിയിട്ട് പുളിയും അതിലൊക്കെ നിങ്ങൾക്ക് എത്ര വേണം അതിനനുസരിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ. ചെറിയൊരു പുളിപ്പ് എന്തായാലും വേണേ. അപ്പോൾ ഇതാ ഞാൻ ഇത്രയും മാങ്ങ പീസസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലെന്ത് ചെയ്യും, എന്ത് ചേർക്കും എന്നാണ് ഞാൻ ആലോചിക്കുന്നത് കേട്ടോ, മാങ്ങ ചെത്തിക്കൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ എനിക്ക് തോന്നി ഒരു 4-5 ഈത്തപ്പഴമല്ലേ, ഈത്തപ്പഴം ചേർത്ത് കൊടുക്കാമെന്ന്. ഏത് ടൈപ്പ് ഈത്തപ്പഴമായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് കഴുകിയിട്ടും കൂടെ എടുക്കട്ടെ. ഒരു 4 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. 4-5 ആയാലൊന്നും കുഴപ്പമില്ല. അങ്ങോട്ടേക്കും നിങ്ങൾ എടുക്കുന്ന അളവിനനുസരിച്ചും മാറ്റം വരുത്താം കേട്ടോ. അതിനിടയിൽ എൻ്റെ വാഷിംഗ് മെഷീനിൽ തുണി അവിടെ അലക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതൊന്ന് ആറിടാനും കൂടെ ഉണ്ട്. എന്നാൽ ഇന്നത്തെ വലിയ പണികളൊക്കെ കഴിയും കേട്ടോ. റൈസും കൂടെ ആയി വന്നാൽ മതി. ഇപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞാൽ തന്നെ റഫീക്കയും വരും കേട്ടോ. അപ്പോൾ നമ്മളെ ഡേറ്റ്സ് ഇതാ ഞാൻ കുരു കളഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 വെളുത്തുള്ളി, പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള എരിവ്. ഞാൻ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പേസ്റ്റാക്കി അരച്ചുകൊണ്ടിരിക്കണ്ട, ജസ്റ്റ് ഒന്ന് ഒരു തരിതരിപ്പോട് കൂടി അരച്ചെടുക്കുക കേട്ടോ. ഒന്നിങ്ങനെ അടിച്ചെടുത്താൽ മതി. ഇതുപോലെ. ഇതിപ്പോൾ ഫൈൻ പേസ്റ്റ് ആയിട്ടില്ല, ഫൈൻ പേസ്റ്റ് ആയിട്ടില്ല. ഒരു തരിതരിപ്പോട് കൂടി അരച്ചെടുത്തു കേട്ടോ. നിങ്ങൾക്ക് എരിവ് എത്രയാണോ അത്രയും ആക്കിയിട്ടെടുക്കുക. എനിക്ക് കുറച്ച് ഉപ്പ് കുറഞ്ഞു പോയിട്ടുണ്ട്. എരിവ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, എന്നാൽ ഒട്ടും എരിവില്ലാതെ അങ്ങനെയും അല്ല, ഭയങ്കര കൂടിയിട്ടുമില്ല കേട്ടോ. ആ ഒരു രീതിയിലാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് 2 എണ്ണം എരിവൊക്കെ അത്യാവശ്യം ഇഷ്ടമുള്ളവരാണെങ്കിൽ 2 എണ്ണം തന്നെ ചേർത്ത് കൊടുത്തോ. ഇല്ല, വല്ലാണ്ട് എരിവൊന്നും ഇഷ്ടമില്ലെങ്കിൽ 1 പച്ചമുളക് മതി കേട്ടോ. അത് നിങ്ങൾ കണക്കാക്കിയിട്ട് എടുത്തോ. അപ്പോൾ എൻ്റെ ഇതാ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ പിന്നെ മധുരമൊന്നും ചേർത്ത് കൊടുത്തില്ല. ആ ഡേറ്റ്സിൻ്റെ മധുരം, പിന്നെ ചനച്ച മാങ്ങേൻ്റെ അതിൻ്റെ ചെറിയൊരു പുളിപ്പ്, അതിൻ്റെ മധുരം എല്ലാം കിട്ടിയിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. എല്ലാം ചെയ്തെടുത്തതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് വിനാഗിരി ആക്കി കൊടുക്കുക, എന്താണെന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. പഴുത്ത മാങ്ങയാണെങ്കിൽ എടുത്തോ, ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും പുളിപ്പ് ആക്കിയിട്ട് കൊടുക്കണേ, മറന്നുകൊണ്ട. അപ്പോൾ അത് റെഡി. ഇനി കുറച്ച് തൈരിൽ കുറച്ച് സവാള കേട്ടോ, ഒരു ചെറിയ സവാള ഒരു 1/4 ഭാഗം ഞാൻ കട്ട് ചെയ്തെടുത്തു. ഒരു ഹാഫ് പച്ചമുളകും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കട്ടത്തൈരിൽ ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബിരിയാണീൻ്റെ കൂടെ കഴിക്കാനുള്ള 2 ഐറ്റം റെഡി ആയിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ടാണ് ഞാൻ ബിരിയാണി 5 മിനിറ്റ് ആയപ്പോൾ തന്നെ ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. 5 മിനിറ്റ് കൂടുതൽ വെക്കേണ്ട കാര്യമില്ല കേട്ടോ. ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ ബിരിയാണി ദം ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാനിതൊന്നും കുറേ കാര്യങ്ങളൊന്നും പറയാത്തത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഡീറ്റെയിൽ റെസിപ്പി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഫ്രൈ ചെയ്തിട്ടുള്ള ബിരിയാണിയും ഏത് ടൈപ്പ് ബിരിയാണി വേണം, ഫിഷ് ബിരിയാണി എല്ലാം നിങ്ങൾക്ക് ചാനലുണ്ട് കേട്ടോ, നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ സൈഡെല്ലാം റെഡി ആയിട്ടുണ്ട്. ബിരിയാണിയും ഇതാ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അതിനിടയിൽ എൻ്റെ നമസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. റഫീക്കയും വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ബിരിയാണി ദമ്മ് പൊട്ടിച്ചു. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൈസാണ്. അപ്പോൾ നിങ്ങൾ വിളമ്പുന്ന സമയത്ത് നമ്മൾ മസാലേൻ്റെ മുകൾ ഭാഗത്ത് കിടക്കുന്ന ചോറില്ലേ, അത് മുതലുള്ള റൈസ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. എനിക്കിപ്പോൾ കുറച്ച് വലിയ പാത്രമാണ്, പിന്നെ ഒരുപാട് അളവൊന്നുമില്ലല്ലോ, ഒരു 3 പാട്ടല്ലേ നമ്മൾ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ തന്നെ എനിക്ക് പതുക്കെ മിക്സാക്കിയിട്ട് എടുക്കാം. മൊത്തത്തിൽ മസാലയും ചോറും എല്ലാം കൂടെ മിക്സാക്കിയിട്ട് എടുക്കരുത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചിലയിടത്ത് വിളമ്പുക, മസാല വേറെ വെക്കും പാത്രത്തിൽ, അതുപോലെ തന്നെ റൈസ് വേറെ വെക്കും. അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമാണ് അങ്ങനെ ചെയ്യുക. ശരിക്കും അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. ഏറ്റവും ടേസ്റ്റ് ബിരിയാണിക്ക് കിട്ടുക നമ്മൾ ആ മസാലേൻ്റെ മുകളിലെ ചോറില്ലേ, അവിടെ നിന്ന് തൊട്ടിട്ട് ആ വെറുതെ കിടക്കുന്ന റൈസ് വരെ ഒന്ന് വേറെ പാത്രത്തിലേക്ക് എടുത്ത് മിക്സാക്കി കൊടുക്കുക. റൈസ് മാത്രമാണ്, മസാല അവിടെ ഇരുന്നോട്ടെ. എന്നിട്ട് ആ മസാലയിൽ നിന്ന് കുറച്ച് നമുക്ക് എത്ര പീസാണോ വേണ്ടത്, 2 പീസാണെങ്കിൽ 2 പീസും അതിൽ നിന്ന് ആവശ്യമുള്ള മസാലയും കൂടെ എടുത്തിട്ട് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക ആദ്യം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ റൈസ് മാത്രം മിക്സാക്കി വെച്ചിട്ടുള്ള അതുണ്ടല്ലോ, അത് റൈസ് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം.
അങ്ങനെയാണ് നമ്മൾ ബിരിയാണി സെർവ് ചെയ്യുക കേട്ടോ. നല്ല ടേസ്റ്റി ആയിരിക്കും, നമുക്ക് മസാല കൂടി പോവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. നല്ല കറക്റ്റായിട്ട് നല്ല പാകമായിട്ട് തന്നെ കിട്ടും. ഇപ്പം ഇത് നിങ്ങൾക്ക് കാണാൻ ഞാൻ മൊത്തത്തിൽ മിക്സ് ആക്കുന്നില്ല കേട്ടോ. അപ്പം ഞാൻ ആദ്യം വിളമ്പിയെടുത്തില്ല, ആ ഒരു രീതിയിൽ വിളമ്പിയെടുത്താൽ മതി. ഇത് കണ്ടോ, മസാല എടുത്തിട്ടുണ്ട്, റൈസായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തന്നെ എടുക്കണം, മൊത്തത്തിൽ കുഴഞ്ഞു പോകരുത്, മൊത്തത്തിൽ വേറെ വേറെ ആക്കിയിട്ടും എടുക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇതാ നമ്മളെ ഡിപ്പുണ്ടല്ലോ അതും എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മളെ തൈരും എടുത്തിട്ടുണ്ട്, നമ്മൾ മാങ്ങേൻ്റെ ആ ഒരു സൈഡും. ഇത് ഇങ്ങനെ ചിലർക്ക് തൈരും ഇതൊക്കെ കൂട്ടി കുഴച്ച് കഴിക്കലും മസ്റ്റായിരിക്കും. അങ്ങനെയുള്ളവർക്ക് കേട്ട് കോമ്പിനേഷനാണ് കേട്ടോ ഇത്. ബിരിയാണീൻ്റെ കൂടെയും മന്തീൻ്റെ കൂടെയും ഒക്കെ കോമ്പിനേഷൻ തന്നെയാണ്. ചിലർക്ക് ബിരിയാണി മാത്രം കഴിച്ചിട്ട് ആ ഒരു ഫ്ലേവർ പോകാതെ അത് മാത്രം കഴിക്കാൻ ഇഷ്ടമായിരിക്കും. എനിക്കങ്ങനെ ഇഷ്ടമാണ് കേട്ടോ. എനിക്കും റഫീഖാക്കൊക്കെ ഇവിടെ അതിൻ്റെ കൂടെ തൈരോ അച്ചാറോ ഒന്നും അതൊക്കെ പിന്നെ കഴിക്കും ലാസ്റ്റ്. അത് കേൾക്കുമ്പോൾ ചിലർക്ക് ചിരി വരും. നമുക്ക് ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു ഫ്ലേവർ ബിരിയാണീൻ്റെ ഫ്ലേവറിലേക്ക് വേറെ ഒന്നും വരാതെ അതിങ്ങനെ വീണ്ടും 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 കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാ നമ്മളെ ചിക്കനൊക്കെ നല്ല അത്യാവശ്യം വെന്തിട്ടുണ്ട്. അതിൻ്റെ ആ ഫ്ലേവറാണ് കേട്ടോ. നമ്മൾ മസാലയിലും നമ്മളെ റൈസിലേക്കും ആ ഒരു ചിക്കൻ്റെ ഫ്ലേവർ നന്നായിട്ട് കിട്ടുന്നുണ്ടാവും. അതാണ് ഈ ലഗോൺ ചിക്കൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. ഇത് കണ്ട, നിങ്ങൾക്കിപ്പോൾ ചിക്കനിൽ കാണാം, നമുക്ക് ഒരുപാട് കഴിക്കാനൊന്നും ഒരുപാട് ഉണ്ടാവില്ല ആ ചിക്കനിൽ. പക്ഷേ ഹെൽത്തിയാണ്, നല്ലതാണ് നമുക്ക് കഴിക്കുന്നത്. പിന്നെ അതിൻ്റെ ഫ്ലേവറും ഒക്കെ നാടൻ ചിക്കൻ്റെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആട്ടോ നമുക്ക് കിട്ടുക. ഇത് കഴിച്ചിട്ടുള്ളവർക്കും ലഗോൺ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നവർക്കൊക്കെ അറിയാൻ വേണ്ടി പറ്റും. ഞാൻ പിന്നെ പറഞ്ഞിരിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇതാ നമ്മുടെ ബിരിയാണി, നമ്മുടെ റൈസൊക്കെ നല്ല സോഫ്റ്റ് ബിരിയാണിയാണ് കേട്ടോ, സോഫ്റ്റ് റൈസാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ആക്കി നോക്കിക്കോ. അപ്പോൾ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ ബിരിയാണി കിടലനായിരുന്നു കേട്ടോ. നമുക്കെല്ലാവർക്കും നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് എന്തൊക്കെ കഴിച്ചാലും ഇടയ്ക്ക് ഇങ്ങനെ ഒരു ബിരിയാണി കഴിക്കാനുള്ള കൊതി വരും കേട്ടോ. ഈ ഒരു ബിരിയാണി കേട്ടോ, എനിക്ക് ഫ്രൈ ചെയ്തിട്ടുള്ളതൊന്നുമല്ല, ഈ ഒരു ദം ബിരിയാണി ഉണ്ട് ഇല്ലേ, അതൊന്ന് ഇടയ്ക്കൊന്ന് കഴിച്ചിട്ടില്ലേ ഒരു സുഖം കിട്ടൂല കേട്ടോ. അതിങ്ങനെ കഴിക്കാനുള്ളൊരു കൊതി വരും. ഉണ്ടാക്കണം എന്ന് തന്നെ തോന്നും, എനിക്ക് തന്നെ ഉണ്ടാക്കണമെന്ന് തോന്നും കേട്ടോ. ഇത് നമ്മൾ മുന്നേ ഒരു ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ബത്തേരി സ്വർഗം എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നതാണ്. ബത്തേരി ടൗണിൽ നിന്ന് കുറച്ചങ്ങ് മാറിയിട്ട് കേട്ടോ. അത് നിങ്ങൾ ബത്തേരി ടൗണിലൊക്കെ ആരോട് ചോദിച്ചാലും സ്ഥലം അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ കുറേ പേർക്കൊക്കെ അറിയുന്നത് തന്നെ ആയിരിക്കും. പക്ഷേ ഇവിടെ വരുന്നവർക്ക്, വയനാട്ടിലല്ലാത്തവർക്ക് വരുന്നവർക്ക് ആണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ബത്തേരിയിലാണേ. പക്ഷെ നമുക്ക് എന്താ പറയുക, ഭയങ്കര ഒരു സംഭവമൊന്നുമല്ല. എന്നാൽ ഒരു വൈകുന്നേരം വന്നിരിക്കാൻ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. ചെറുതായിട്ട് ഇങ്ങനെ റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനെ കായൽ സംഭവങ്ങൾ ഒക്കെ നമുക്ക് കണ്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് വൈകുന്നേരം ഇരിക്കാൻ, അതുപോലെ തന്നെ ഒരു ചായയൊക്കെ കുടിക്കുക, പിന്നെ അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലം. എന്നാൽ പേര് പോലെ സ്വർഗം ആണോ എന്ന് ചോദിച്ചാൽ സ്വർഗം എന്നൊന്നും പറയാൻ പറ്റില്ല, കുഴപ്പമില്ല. നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം, ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുക, സംസാരിച്ചിരിക്കുക, കപ്പിൾസിനാണെങ്കിലും അതുപോലെ തന്നെ ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട്. അപ്പം ഞാനും ഏട്ടത്തിയും മക്കളും എല്ലാവരും കൂടെ വന്നതാണ് കേട്ടോ. അപ്പോൾ ഐസ്ക്രീമൊക്കെ തിന്നത് കണ്ടില്ല, ഇതിൻ്റെ ഭാഗമായിട്ടാണ് പനിയും ജലദോഷമൊക്കെ വന്നിട്ടുള്ളത് കേട്ടോ. ഈ വീഡിയോ റഫീഖ കാണാണ്ടിരിക്കട്ടെ. അപ്പോൾ നമ്മൾ സംസാരവും കാര്യങ്ങളായിട്ട് കുറച്ച് സമയമൊക്കെ ഇവിടെയൊക്കെ ഇരുന്നു. കുട്ടികൾ റൈഡിലൊക്കെ കയറി, പിന്നെ ഒരു ചായയൊക്കെ കുടിച്ചു, ഐസ്ക്രീമൊക്കെ കഴിച്ചു, നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ, നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ ഇന്നത്തെ നമ്മളെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.